ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ വിതരണത്തിന് രാജ്യത്ത് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 88% കടന്നു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക്. കേരളത്തിൽ ഇന്നലെ 9,016 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിൽ. പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് ജനങ്ങളുമായി സംവദിക്കും. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ചർച്ചയാകും. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഐപിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും മുംബൈ ഇന്ത്യൻസ് കിങ്സ് 11 പഞ്ചാബിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ വികസിപ്പിച്ചു കഴിഞ്ഞാലുടൻ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, കോവിഡ് വാക്സിന്റെ നിർമ്മാണം, വിതരണം തുടങ്ങിയവ അവലോകനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വാക്സിൻ വിതരണത്തിന് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്കണമെന്ന് അദ്ദേഹം അവലോകന യോഗത്തിൽ പറഞ്ഞു. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരും ഗവേഷകരും അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ മാത്രം മുന്നിൽ കാണുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തരുതെന്നും ലോകത്തിനു മുഴുവൻ വാക്സിനും മരുന്നും ഐടി സംവിധാനങ്ങളും കൈമാറാൻ തയ്യാറെടുപ്പ് നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 88% പിന്നിട്ടു. ആകെ രോഗം സ്ഥിരീകരിച്ചവരിൽ 10.45% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 7,83,800 പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. ഒരു റിപ്പോർട്ട്. രാജ്യത്ത് ഇന്നലെ 72,000 പേർക്ക് കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നിരക്ക് 88.03% ഉയർന്നു. അതേസമയം ഇന്നലെ 61,870 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 1,033 പേർക്ക് കൂടി ജീവൻ നഷ്ടമായതോടെ ആകെ മരണസംഖ്യ 1,14,031 സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്രയാണ് ഒന്നാമത്. ഇന്നലെ 10,259 പുതിയ കോവിഡ് കേസുകളും 250 മരണവും മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമതാണ്. കർണാടകയിൽ ഇന്നലെ 7,184 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 3,371 ബംഗളൂരുവിലാണ്. തമിഴ്നാട്ടിൽ 4,300 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പുതുതായി 3,260 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇന്നലെ മിസോറാമിൽ പുതുതായി ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിക്കാത്തത് പ്രതീക്ഷകൾക്ക് വക നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് പരിശോധനകളുടെ ആകെ എണ്ണം 9.32 കോടി കവിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. തുടർച്ചയായി പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8%-ൽ താഴെയാക്കാൻ സഹായിച്ചതായി മന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു. സമഗ്ര പരിശോധനാ സംവിധാനം കോവിഡ്-19 വ്യാപന നിരക്കും മരണനിരക്കും കുറയ്ക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 10,000-ലധികം പേർ ചികിത്സയിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിലാണ്. 12,287 പേർ. വയനാട്, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കുറവ് രോഗികൾ. അതിനിടെ കേരളത്തിൽ ഇന്നലെ 9,016 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 96,004 പേരാണ് കേരളത്തിൽ ചികിത്സയിലുള്ളത്. 104 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 7,464 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇന്നലെ 7,991 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ഇതുവരെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 2,36,000 കടന്നു. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക്. 3 കോടിയോളം പേർ ഇതുവരെ രോഗമുക്തരായി. ലോകത്താകമാനം 11 ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് മഹാമാരി മൂലം ജീവൻ നഷ്ടമായി. രോഗബാധ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ 2 ലക്ഷത്തിലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ബ്രസീൽ, അർജന്റീന, റഷ്യ തുടങ്ങിയവയാണ് രോഗബാധ കൂടുതലുള്ള മറ്റ് രാജ്യങ്ങൾ. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ വൈകുന്നേരം 3:30 നടക്കും. 13 വർഷമായി മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയാണ്. ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം 2007-ലാണ് ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത സ്ഥാനത്തെത്തുന്നത്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി.
പാവപ്പെട്ടവരുടെയും ദുർബലരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കഠിനാധ്വാനം ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. കേരളം സുനാമിയും മഹാപ്രളയവും നേരിട്ടപ്പോൾ സഹായഹസ്തവുമായി മുന്നിലുണ്ടായിരുന്ന മെത്രാപ്പൊലീത്ത മതനിരപേക്ഷമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വം നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. നാളെ ആരംഭിക്കുന്ന ഗ്രാൻഡ് ചലഞ്ചേഴ്സ് ആനുവൽ മീറ്റിംഗ് 2020നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതികളെ സംബന്ധിച്ചാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക. ആരോഗ്യ വികസന മേഖലകൾ നേരിടുന്ന വെല്ലുവിളികളാണ് കഴിഞ്ഞ 15 വർഷമായി ഗ്രാൻഡ് ചലഞ്ചേഴ്സ് ആനുവൽ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നത്. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളടക്കം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മൈസൂർ സർവകലാശാലയുടെ ശതാബ്ദി ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. 1916 ജൂലൈ 27-നാണ് മൈസൂർ സർവകലാശാല സ്ഥാപിച്ചത്. രാജ്യത്തെ 6ാമത്തെയും കർണാടകത്തിലെ ആദ്യ സർവകലാശാലയുമാണ് മൈസൂർ സർവകലാശാല. രാജ്യത്തെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് വൈകിട്ട് 5-ന് ഫേസ്ബുക്ക് ലൈവിൽ ജനങ്ങളുമായി സംവദിക്കും. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിശദീകരിക്കും. ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായവും ചോദ്യങ്ങളും പങ്കുവയ്ക്കാനാകുമെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോക ജനശക്തി പാർട്ടിക്ക് ആവശ്യത്തിന് സീറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായും ശ്രീ ഷാ വ്യക്തമാക്കി. എൻഡിഎയിൽ നിന്നും വേർപെട്ട് ലോക ജനശക്തി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഛത്തീസ്ഗഡിലെ മർവാഹി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ പരിശോധന ഇന്നലെ നടന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 6 പത്രികകൾ നിരസിച്ചു. ഇനി 13 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം നാളെയാണ്. മഹാകവി അക്കിത്തത്തിന് ജന്മനാട്ടിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇക്കാര്യം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവുമായി ചർച്ച ചെയ്തെന്നും അദ്ദേഹം അറിയിച്ചു. അക്കിത്തത്തിന്റെ പാലക്കാട് കുമരനെല്ലൂരിലെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ബന്ധുക്കളെ അദ്ദേഹം അനുശോചനം അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 6 ലക്ഷത്തിലധികം കർഷകരിൽ നിന്നായി 76 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചതായി കേന്ദ്ര കൃഷി മന്ത്രാലയം. പുതുക്കിയ താങ്ങുവില അനുസരിച്ച് ഇതുവരെ 14,495 കോടി രൂപയുടെ നെല്ലാണ് സംഭരിക്കാൻ കഴിഞ്ഞത്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 41 ലക്ഷം ടൺ ധാന്യങ്ങളും എണ്ണക്കുരുക്കളും താങ്ങുവില അനുസരിച്ച് സംഭരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 58 പന്തിൽ നിന്ന് 1 സിക്സും 14 ഫോറും അടക്കം 101 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ശിഖർ ധവാൻ ഐപിഎൽ സീസണിലെ കന്നി സെഞ്ചുറി നേടി. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കിങ്സ് 11 പഞ്ചാബിനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ വിതരണത്തിന് രാജ്യത്ത് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 88% കടന്നു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക്. കേരളത്തിൽ ഇന്നലെ 9,016 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിൽ. പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് ജനങ്ങളുമായി സംവദിക്കും. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ചർച്ചയാകും. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഐപിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും മുംബൈ ഇന്ത്യൻസ് കിങ്സ് 11 പഞ്ചാബിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.